കോഴിക്കോട് മാനാഞ്ചിറയിലെ ചെരുപ്പുകട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. പൊതുഗതാഗതം തടസ്സപ്പെടുത്തൽ, അനാവശ്യമായി സംഘം ചേരൽ എന്നിവയ്ക്ക് എതിരെ കേസെടുക്കും. രമ്യ ദാസ് ചേരുന്ന വിവരങ്ങളുമായി. രമ്യ, നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാഹചര്യമാണ് കോഴിക്കോട് മാനാഞ്ചിറയിലെ ചെരുപ്പുകടയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഏതായാലും 3 പേർ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 6 പേരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ടൗൺ പോലീസ് 6 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഉടമ ഉൾപ്പെടെയാണ് 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇവർക്കെതിരെ ഈ അന്യായമായി സംഘം ചേരൽ, അതുപോലെ തന്നെ ഈ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളിൽ തന്നെ കേസെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ 6 പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. കാരണം നമ്മളെല്ലാം ദൃശ്യങ്ങളിൽ കണ്ടതാണ്. കുറച്ച് സമയം മുമ്പ് ഇപ്പോൾ ഇവിടുന്ന് ആളുകളെ എല്ലാം തന്നെ പോലീസ് മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം വലിയ രീതിയിലുള്ളൊരു ക്രൗഡ് തന്നെയാണ് ഈ മേഖലയിൽ ഉൾപ്പെടെ ഇന്ന് രാവിലെ മുതൽ ഉണ്ടായിരുന്നത്. ഏകദേശം 6:30 തന്നെയാണ് വലിയൊരു ഈ കടയ്ക്ക് മുന്നിൽ നമ്മൾ കാണുന്ന ഈ കടയിൽ നിന്നാണ് ഇത്തരത്തിലൊരു ഷൂ 2500 രൂപയ്ക്ക് സൗജന്യമായി ഇന്നത്തെ ഉദ്ഘാടന ദിവസം നൽകുമെന്നുള്ളൊരു ഓഫർ ഉണ്ടായിരുന്നത്. അതായത് ഇവർ സോഷ്യൽ മീഡിയയിലാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് നടത്തുന്നത്. അതായത് ഈ കടയിൽ ആദ്യം എത്തുന്ന 100 പേർക്ക് 2500 രൂപയുടെ ഷൂവും അതുപോലെ തന്നെ 2000 രൂപയുടെ സ്മാർട്ട് വാച്ചുമായിരുന്നു ഓഫറായിട്ട് നൽകിയിരുന്നത്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയാണ് ഇവർ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇവർ ഷെയർ ചെയ്തിരുന്നത്. ഇതിന് ആദ്യം ഇവർ പറയുന്ന ഒരേ ഒരു കാര്യം, 1 രൂപയുടെ നോട്ട് കൊണ്ടുവരണം. കാരണം 1 രൂപയുടെ കോയിനല്ല, നമ്മൾ നേരത്തെ ദൃശ്യങ്ങളെല്ലാം കണ്ട പോലെ 1 രൂപയുടെ നോട്ടുമായി വന്നാൽ ഈ ഇത്തരത്തിൽ 2500 രൂപയുടെ ഷൂവും അതുപോലെ തന്നെ വാച്ചും ആദ്യം വരുന്ന 100 പേർക്ക് നൽകുമെന്ന് തന്നെയാണ്. അതായത് 200 പേർക്ക്, അതായത് 100 പേർക്ക് ഷൂവും അതുപോലെ തന്നെ 100 പേർക്ക് വാച്ചുമാണ് ഇവർ ഓഫറായി നൽകുന്നത്. ഇതേ തുടർന്നാണ് വലിയ തോതിൽ തന്നെ കുട്ടികൾ ഉൾപ്പെടെ ഈ കടയുടെ മുന്നിലേക്ക്, അതായത് പുലർച്ചെ 6:30 തന്നെ വലിയൊരു ക്രൗഡ് ഈ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഈ കുട്ടികളോടുൾപ്പെടെ ഈ കടയിലെ ഉടമ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത്, ഇതിൽ ടോക്കൺ സിസ്റ്റം ഉണ്ട്. ടോക്കൺ 100 പേർക്കായി വിതരണം ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ കാത്തു നിൽക്കൂ, നിങ്ങൾക്കുള്ള ടോക്കൺ ചിലപ്പോൾ തരും എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നതെന്നാണ് ഇവിടെ കൂടി നിന്ന കുട്ടികളോടെല്ലാം ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിൽ ഇവരെ എല്ലാം നിരവധി കുട്ടികൾ നിൽക്കുന്നു. പിന്നീട് ഇത് വലിയൊരു സംഘർഷത്തിലേക്കാണ് പിന്നീട് പോകുന്നത്. കാരണം വലിയ രീതിയിലുള്ള ക്രൗഡ് ഈ ഒരു മേഖല, കാരണം ഇന്ന് ഞായറാഴ്ചയാണ്, പ്രത്യേകിച്ചും ഈ SM സ്ട്രീറ്റിൻ്റെ പരിസരം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച വലിയ രീതിയിലുള്ള ആളുകൾ പലവിധ സാധനങ്ങൾ വാങ്ങുന്നതിനായൊക്കെ എത്തുന്നത്. അപ്പോൾ ഈ ഒരു കടയുടെ ഈ ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ടും നിരവധി പേരാണ് ഇവിടെ ഇന്നൊരു ദിവസം ഉണ്ടായത്, കുട്ടികൾ ഉൾപ്പെടെ ഈ ഓഫറൊക്കെ പ്രതീക്ഷിച്ചു. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ക്രൗഡ് ഈ മേഖലയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഇത് തുടർന്നാണ് ഇത്തരത്തിൽ പോലീസ് ഇവിടെ എത്തുകയും ലാത്തി വീശുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. നിലവിൽ ഈ കട ഇപ്പോൾ നമുക്കിവിടെ ബോർഡെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നവരെ ഈ കട തുറക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. പോലീസ് ഇവിടെ കൃത്യമായി തന്നെ പോലീസ് ഇപ്പോഴും ഇവിടെ സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഉണ്ട്. ഈ കടയുടെ സമീപം വരുന്ന കുട്ടികളെല്ലാം ഇവിടെ ഒഴിച്ചു മാറ്റുന്ന ഒരു സ്ഥിതിയാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം ദൃശ്യങ്ങളിൽ ആരും തന്നെ ഇവിടെ ഇല്ല. കാരണം നിരവധി ആളുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് 6 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അതായത് ഈ വഴി എല്ലാം തന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ക്രൗഡ്. അതായത് തന്നെ ഈ അന്യായമായിട്ട് ഈ വഴി തടസ്സപ്പെടുത്തൽ, അതുപോലെ തന്നെ സംഘം ചേരൽ തുടങ്ങിയ വകുപ്പുകൾ എടുത്തുകൊണ്ടാണ് ഈ കടയുടമ ഉൾപ്പെടെ 6 പേർക്കെതിരെ നിലവിൽ പോലീസ് ഇത്തരത്തിൽ കേസെടുത്തിട്ടുള്ളത്. അതായത് ഇവിടെ വന്നെത്തിയ ആളുകൾ തന്നെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ഇത്തരത്തിലൊരു ഓഫർ, കാരണം ഈ സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമത്തിൽ ഇവർ ഇത്തരത്തിലൊരു കടയിലെത്തുന്ന ഇനോഗ്രേഷനുമായി ബന്ധപ്പെട്ട് കടയിലെത്തുന്ന ആദ്യത്തെ 100 പേർക്ക് ഇതുപോലെ തന്നെ 2500 രൂപയുടെ ഷൂവും അതുപോലെ തന്നെ പിന്നീട് വരുന്ന 100 പേർക്ക് ഈ വാച്ചും ഓഫറായി നൽകാമെന്നുള്ളൊരു കാര്യം മാത്രമാണ് ഈ സമൂഹ മാധ്യമത്തിലൂടെ ഇവർ പങ്കുവച്ചത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ടോക്കൺ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ഇവർ പങ്കുവച്ചിരുന്നില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഇതേ തുടർന്നാണ് ആളുകൾ ഇവിടെ വലിയ രീതിയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ, കാരണം ഇവിടെ വന്നെത്തിയ ആളുകളോട് ചോദിച്ചപ്പോൾ ഇന്നലെ മുതൽ തന്നെ, അതായത് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള ആളുകൾ ഇവിടെ വന്നെത്തിയിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം ഈ ഓഫറിൽ ഈ ഷൂവും അതുപോലെ തന്നെ വാച്ചൊക്കെ വാങ്ങാനായിട്ട് ഇന്നലെ രാത്രി മുതൽ തന്നെ ആളുകളൊക്കെ ഈ പരിസര പ്രദേശങ്ങളിലാണ് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 6:30 എത്തിയവരോട് പോലും ഇവർ ടോക്കൺ സിസ്റ്റം, അല്ലെങ്കിൽ ടോക്കൺ 100 പേർക്ക് കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ഒരു ഓഫർ ഇടുകയും ഈ ഇനോഗ്രേഷനുമായി ബന്ധപ്പെട്ട് രാവിലെ എത്തുന്നവർക്ക്, കട ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എത്തുന്നവർക്ക് ഇത്തരത്തിൽ ഓഫർ നൽകുകയും ചെയ്യും എന്ന് പറയുകയും പിന്നീട് 6:30 കൂടി ടോക്കൺ സിസ്റ്റം തീർന്നു എന്ന് പറയുന്നതാണ് പ്രദേശവാസികൾ, ഇവിടെ എത്തിയ ആളുകൾ ഉൾപ്പെടെ ചോദിക്കുന്നത്. ഇത്തരത്തിലാണ് ഇത് വലിയ രീതിയിലുള്ളൊരു സംഘർഷത്തിലേക്ക് നീങ്ങിയത്. പോലീസിന് ലാത്തിച്ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസും നീങ്ങിയത്. നിലവിൽ ഇപ്പോൾ ഇവിടെ സ്ഥിതിഗതികളെല്ലാം ശാന്തമാണ്. കാരണം ഇവിടെ പ്രദേശത്തുണ്ടായിരുന്ന വലിയ രീതിയിലുണ്ടായിരുന്ന ആളുകളെല്ലാം പോലീസെല്ലാം ഒഴിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ 6 പേർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വഴി തടയൽ, അതുപോലെ തന്നെ അന്യായമായി സംഘം ചേരൽ തുടങ്ങിയ വകുപ്പുകൾ എടുത്തുകൊണ്ടാണ് പോലീസ് കേസ് എടുത്തിട്ടുമുള്ളത്. രോഹിണി. ശരി, രമ്യ ദാസാണ് വിവരങ്ങൾ നൽകിയത്.